ഹായ് ഹലോ മിഷാനി ഹിയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പം നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ്സാകുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ 3 കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാർഡാണോ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അതിൽ എന്താണ് ഗൈഡൻസ് കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ചിട്ട് ഒരു കാർഡ് തിരഞ്ഞെടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവരാണെങ്കിൽ ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് സൺ കാർഡാണ്. കാരണം ഈ കാർഡ് തിരഞ്ഞെടുത്തവരുടെ പങ്കാളി നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് അവർ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായാണ് ചിന്തിക്കുന്നത്. കാരണം ഇവർ നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമായിട്ടാണ്. കാരണം നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവർക്ക് വലിയ സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിരിയും സംസാരവും ഇവരുടെ ഒരു ദിവസത്തെ പ്രകാശപൂർണ്ണമാക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. നിങ്ങളോടൊപ്പമുള്ള ആ പഴയ നല്ല നിമിഷങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലെ അമിതമായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ കാര്യങ്ങൾ അമിതമായി വെളിപ്പെടുത്തുന്നതിലുള്ള ഒരു മടി, അതൊരു തടസ്സമായേക്കാം. ചിലപ്പോൾ കാര്യങ്ങൾ വല്ലാതെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകാം. ഓക്കെ. കാരണം ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നീയാണ് എൻ്റെ സന്തോഷം, ഉടനെ തന്നെ നമ്മൾ തമ്മിലുള്ള അകലം കുറയും എന്നൊരു മെസ്സേജാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. റെമഡീസ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡ് എടുത്തവർക്ക് മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, നീയാണ് എൻ്റെ സന്തോഷം, ഉടനെ തന്നെ നമ്മൾ തമ്മിലുള്ള അകലം കുറയും എന്നൊരു മെസ്സേജാണ് വരുന്നത്. അവർക്ക് നിങ്ങളെ മിസ്സാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാർഡ് എടുത്തവർക്കാണെങ്കിൽ ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവർ നിലവിലെ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇവരൊരു ചിന്ത, കാരണം ഇവരുടെ ചിന്തകളിൽ വലിയൊരു ആരെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ ചിന്തകളിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ പെട്ടെന്നുണ്ടായ ഒരു വഴക്കോ അകൽച്ചയോ ഇവരെ തളർത്തിയിട്ടുണ്ടാകാം. പഴയ ധാരണകളെല്ലാം തകർന്ന് പുതിയൊരു തിരിച്ചറിവിലേക്ക് ഇവർ വരികയാണ് എന്നൊരു മെസ്സേജാണ്. പോസിറ്റീവായിട്ടുള്ളത് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഘാതകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിലും നിങ്ങളില്ലാത്തൊരു ജീവിതം എത്ര ബുദ്ധിമുട്ടാണ് എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു വേർപിരിയൽ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ടുള്ളത് പെട്ടെന്നുള്ളൊരു ദേഷ്യം, ആശയവിനിമയത്തിലെ ഒരു തകർച്ച, ഇതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നൊരു തോന്നൽ ഇവരെ അലട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം തകർന്നടിഞ്ഞതായി എനിക്ക് തോന്നുന്നു, പക്ഷേ നിന്നോടൊപ്പം വീണ്ടും എല്ലാം കെട്ടിപ്പടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജാണ് അത് കൺവേ ആകുന്നത്. റെമഡി എന്ന് പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ശീലമാക്കുന്നത് നല്ലതാണ്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗ്രൗണ്ടിങ് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് എടുത്തവർക്ക് അവർ പറയുന്നത് മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം തകർന്നടിഞ്ഞതായി എനിക്ക് തോന്നുന്നു, പക്ഷേ നിങ്ങളോടൊപ്പം വീണ്ടും എല്ലാം കെട്ടിപ്പടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുപ്പുള്ള മെസ്സേജ്. ഇനി മൂന്നാമത്തെ കാർഡ് ആരാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് 2 ഓഫ് കപ്സ് ആണ് വരുന്നത്. ഇത് തികച്ചും ഒരു പ്രണയത്തിൻ്റെ കാർഡാണ്. ഒരു സോൾമേറ്റ് എനർജിയാണ് എന്ന് പറയാം. നിങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധമുണ്ട്. ഇവർ നിങ്ങളെ തുല്യ പങ്കാളിയായിട്ട് കാണുന്നു. പരസ്പര ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒരു നിമിഷം പോലും ഇവർക്ക് മറക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ആത്മീയ ബന്ധം, ഒരു സോൾ കണക്ഷൻ ഇവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിക്കാനും സംസാരിക്കാനും ഇവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള സംശയങ്ങൾ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. പരസ്പര വിശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊരു ഗൈഡൻസ് ആണ് വരുന്നത്. ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം പ്രപഞ്ചം നിശ്ചയിച്ചതാണ്, ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും എന്നൊരു മെസ്സേജാണ് അവർ കൺവേ ചെയ്യുന്നത്.
റെമഡി എന്ന് പറഞ്ഞാൽ റോസ് കോഡ്സ് കല്ലുകൾ ഉപയോഗിക്കുന്നത് പ്രണയബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പ്രപഞ്ചം നിശ്ചയിച്ചതാണ്, ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും എന്നൊരു മെസ്സേജാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞതിന് ശേഷം ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക, അപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ റിവേഴ്സ് കാർഡ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട്. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, താല്പര്യമുള്ളവർ മാത്രം വരിക. പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ ഇതേപോലെ റോസ് കോഡ്സിൻ്റെ ടംബിൾ സ്റ്റോൺസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അത് പലതരം കാര്യങ്ങൾക്കാണ്. ബ്രേസ്ലെറ്റുകൾ വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി മാറ്റാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഫ്രം മിഷാനി.